ഹായ് ഓൾ, CBSE കൊണ്ടുവരുന്ന പുതിയ ചില മാറ്റങ്ങളെ പറ്റി നിങ്ങളൊരു പക്ഷേ വേറെ ആയിരിക്കും. ഞാൻ ആര്യ, വെൽക്കം ടു സ്റ്റഡി സ്കെയിൽ. ഇനി നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്ത, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, ആപ്റ്റിറ്റ്യൂഡ് കുറഞ്ഞ ആ ചില സബ്ജക്ട്സ് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കേണ്ടതില്ല എന്നല്ലേ CBSE ഡിവിഷൻസ് കൊണ്ടുവരാണ്. ഓരോ സബ്ജക്ട്സും, അതായത് സയൻസ് വിൽ ബി ഹിയർ ആഫ്റ്റർ സ്റ്റാൻഡേർഡ് സയൻസ് ആൻഡ് ബേസിക് സയൻസ്. സോഷ്യൽ സ്റ്റഡീസ് വിൽ ബി സ്റ്റാൻഡേർഡ് സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് ബേസിക് സോഷ്യൽ സ്റ്റഡീസ്. മാത്സ് ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. സോ എന്താണ് ഈ വ്യത്യാസം എന്നല്ലേ? അതാത് സബ്ജക്ട്സിൽ ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും താല്പര്യവും ആപ്റ്റിറ്റ്യൂഡും ഉള്ള സബ്ജക്ട്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. മറ്റുള്ള സബ്ജക്ട്സിന്റെ ബേസിക് വേർഷൻ എടുത്തിട്ട് അതിനെപ്പറ്റി ഒരു ബ്രോഡർ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പഠിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വാട്ട് ഐ തിങ്ക് ഇസ് ദ സിസ്റ്റം ഹാസ് ഫൈനലി സ്റ്റാർട്ടഡ് ടു എംബ്രേസ് ദ ഡൈവേഴ്സിറ്റി. ഓരോ കുട്ടികളുടെയും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും എല്ലാം ഡിഫറെന്റ് ആണല്ലേ. സോ അവർക്ക് അതിനനുസരിച്ച് പഠിച്ചു പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് CBSE പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. 2026 മുതലായിരിക്കും ഈ സിസ്റ്റം നിലവിൽ വരുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്.